ഇന്നത്തെ ഞങ്ങളുടെ വർക്ക് ഡീഹ്യൂമിഡിഫയർ വിത്ത് ഓട്ടോ ലോഡർ ഇൻസ്റ്റാളേഷൻ ആയിരുന്നു. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു എക്സ്ട്രൂഡർ മെഷീനിലാണ്. നമ്മുടെ മെറ്റീരിയൽ എല്ലാം ഓട്ടോമാറ്റിക്കലി ഹോപ്പറിലേക്ക് വരാനായിട്ടും അതുപോലെ ഡീഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള PP, HD, LD, PET അതുപോലെ PVC ഗ്രാനുൾസിന്റെ ഒക്കെ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഈ ഡീഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് പ്ലാസ്റ്റിക് എക്സ്ട്രൂഷൻ ലൈനിൽ ഉപയോഗിക്കാറുണ്ട്, ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻസിൽ അതുപോലെ ബ്ലോ മോൾഡിംഗ് മെഷീനിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഡീഹ്യൂമിഡിഫയർ ഉപയോഗിക്കാറുണ്ട്. ഇതുമൂലം നമ്മുടെ മെറ്റീരിയലിന്റെ ഈക്വൽ ആയിട്ടുള്ള മെൽറ്റിംഗ് നടക്കുകയും അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ സ്ട്രെങ്തും അതുപോലെ ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ നമ്മുടെ ഈ ഡീഹ്യൂമിഡിഫയറിന് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോ ലോഡറും ഡീഹ്യൂമിഡിഫയർ ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്ത് ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും സിംഗിൾ ബാരൽ വിത്ത് 2 ഡൈ ആണ്. അത് രണ്ട് വശത്തും നിങ്ങൾക്ക് റോൾ വൈൻഡ് ആവുന്നത് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു എക്സ്ട്രൂഷൻ മെഷീൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് VFDകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കൺട്രോൾ വയറിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോളർ, SSR, അപ്പൊ ഇതുപോലത്തെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ വയറിംഗ് ഒക്കെ ഒരുപാട് ഈ ഒരു മെഷീനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുപോലത്തെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനും PLC ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.